ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തെരുവ് നായയുടെയും മാന്ത്രിക കിണറിന്റെയും കഥയാണ്. അതിമോഹം കാരണം കയ്യിൽ കിട്ടിയതെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു നായയുടെ കഥ. കഥ കേൾക്കാം നമുക്ക്. ഒരിക്കൽ കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ സൂത്രശാലിയായ ഒരു പട്ടി ഉണ്ടായിരുന്നു. പേര് പോപ്പി. ഭക്ഷണത്തോട് വളരെ ആർത്തിയുള്ളവനായിരുന്നു അവൻ. എപ്പോഴും എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ച് മണം പിടിച്ച് നടക്കും. ഒരു ദിവസം പോപ്പി ഒരു ചിത്രശലഭത്തിനെ ഓടിച്ചോടിച്ച് കാടിന്റെ നടുക്കെത്തി. അപ്പോൾ അവൻ ഒരു അത്ഭുത കാഴ്ച കണ്ടു. എന്താണെന്നോ? ഒരു മാന്ത്രിക കിണർ. അങ്ങനെ ഒരു കിണർ അവൻ മുൻപ് കണ്ടിട്ടേയില്ല. പതിയെ പതിയെ അവൻ കിണറിനടുത്തേക്ക് ചെന്നു. ആഗ്രഹിക്കുന്നത് എന്തും എന്നോട് ചോദിച്ചുകൊള്ളൂ. കിണറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചേടാ, ഇങ്ങനെയൊക്കെ നടക്കുമോ? എന്താഗ്രഹിച്ചാലും കിട്ടുമോ? എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പോപ്പി ചിന്തിച്ചു. അവൻ ധൈര്യം സംഭരിച്ച് ഉറച്ചു പറഞ്ഞു: ഹേ മാന്ത്രിക കിണറേ, എനിക്ക് നിറയെ ഭക്ഷണം തരൂ. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കിണറിൽ നിന്നും ഒരു പാത്രം നിറയെ അവന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ സന്തോഷത്തോടെ അതെല്ലാം കഴിച്ചു. അന്നു മുതൽ പോപ്പി എന്നും കിണറിനടുത്ത് വന്ന് ഭക്ഷണം ചോദിച്ച് കഴിക്കാൻ തുടങ്ങി. ഹായ്, ഞാൻ എന്ത് ഭാഗ്യവാനാണ്, അവൻ ചിന്തിച്ചു. അധികം താമസിക്കാതെ തന്നെ അവൻ ഒരു അത്യാഗ്രഹിയായി മാറാൻ തുടങ്ങി. എന്നും ഞാൻ എന്തിനാ ഇവിടം വരെ വന്ന് കഷ്ടപ്പെടുന്നത്? കുറച്ചധികം കിട്ടിയിരുന്നെങ്കിൽ അതും കൊണ്ട് പോകാമായിരുന്നു, അവൻ ചിന്തിച്ചു. അങ്ങനെ അവൻ ഒരു ചാക്കിൽ ഭക്ഷണം കുത്തി നിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ ചാക്ക് കെട്ടുയർത്താൻ നോക്കിയപ്പോൾ വഴുതി അത് കിണറ്റിലേക്ക് തന്നെ വീണു. അതോടെ കിണറിന്റെ മാന്ത്രികതയും നഷ്ടപ്പെട്ടു, വെളിച്ചവും മങ്ങി. പോപ്പി കരഞ്ഞുകൊണ്ട് പിന്നെയും യാചിച്ചു. പക്ഷെ കിണറൊന്നും പ്രതികരിച്ചില്ല. ദുഃഖത്തോടെ അവൻ അവിടെ നിന്ന് നടന്ന് നീങ്ങി. അന്ന് അവൻ മനസ്സിലാക്കി, കിണർ വിശപ്പിനുള്ള ഭക്ഷണമായിരുന്നു തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ അത്യാർത്തി കാരണം അളവിലും കൂടുതൽ ആഗ്രഹിച്ചു. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നു മുതൽ അവൻ ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ തുടങ്ങി. ഗ്രാമീണർ കൊടുക്കുന്ന ഭക്ഷണം പങ്കുവച്ച് കഴിക്കാനും തുടങ്ങി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? നമുക്കുള്ളതിൽ ആദ്യം തൃപ്തിപ്പെടുക. ഉള്ളതിൽ കുറച്ച് സഹജീവികൾക്ക് പങ്കുവയ്ക്കുകയും വേണം. ആർത്തി നമുക്ക് ദോഷമേ വരുത്തുകയുള്ളൂ. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.